ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ വടക്കൻ ഗാസയിലെ ജബാലിയ ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞു. 20 ദിവസത്തെ അതിക്രൂരമായ ആക്രമണത്തിനൊടുവിൽ ഇസ്രായേൽ സൈന്യം ജബാലിയയിൽ നിന്നും പിന്മാറി. അഭയാർത്ഥി ക്യാമ്പിന്റെ 70% ദുരന്തഭൂമിയാക്കി മാറ്റിയാണ് ഇസ്രായേലിന്റെ പിന്മാറ്റം. 1000-ലേറെ വീടുകളാണ് ഇവിടെ തകർന്നത്. പ്രദേശത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ജബലിയയിൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത്. 200-ലേറെ വ്യോമാക്രമണങ്ങളാണ് ഇവിടെ നടത്തിയത്. ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ ജബലിയയിൽ 1 ലക്ഷത്തിലധികം പേരാണ് കഴിഞ്ഞിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും 1948-ലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭയാർത്ഥികളായെത്തിയ ഫലസ്തീനികളുടെ പിന്മുറക്കാരാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ഇല്ലാതായതായി സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു. ജബാലിയയിൽ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടതായും ആക്രമണം ഗാസയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ വ്യാപിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം ഗാസയുടെ തെക്കൻ നഗരമായ റഫേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. 8ാം മാസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിൽ ഇതുവരെ 36,284 പേരാണ് കൊല്ലപ്പെട്ടത്. വളരെ പരിമിതമായ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമാണ് ഗാസയിൽ എത്തുന്നതെങ്കിലും അത് ആളുകളിലേക്ക് എത്തുന്നില്ലെന്നും UN പറഞ്ഞു. ഗാസയിൽ മാനുഷിക സാഹചര്യം വളരെ മോശമായി തുടരുകയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചു. ലബനാന്റെ തെക്കൻ നഗരമായ നെക്വറയിൽ ആംബുലൻസ് ഇടിച്ച് ഡോക്ടർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകർ അറിയിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള നിരോധനം ഇസ്രായേൽ പിൻവലിച്ചതായാണ് റിപ്പോർട്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തെ തുടർന്ന് 57 മരണം. ഡൽഹി, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗവും ഇതേ തുടർന്നുള്ള മരണവും റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ മരണം. ബീഹാറിൽ മരിച്ചവരിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച 8 ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്ന താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നിലവിലെ പ്രതിസന്ധിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കടുത്ത ചൂടിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബുറൈമി ഗവർണറേറ്റിൽ അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വിദേശി വനിതകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി. ബോഷറിലെ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിർമ്മാണ തൊഴിലാളി മരണപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് അപകടമുണ്ടായത്. മണ്ണിനടിയിൽപ്പെട്ടയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗമെത്തി പുറത്തെത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടത് ഏത് രാജ്യക്കാരനാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. തൊഴിൽ സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് വീണ്ടും അധികൃതർ ഓർമ്മപ്പെടുത്തി. അൽ വുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ ആരംഭിക്കുന്നു. ജൂൺ 11-ന് സ്കൂൾ ഔദ്യോഗികമായി തുറക്കുമെന്നാണ് അനൌദ്യോഗിക വിവരം. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിലെ ഒമാനിലെ 22ാമത് സ്കൂളാകും ദുഃഖമിലേത്. പ്രദേശത്തെ പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതോടെ പൂർത്തിയാകുന്നത്. സ്വന്തം കെട്ടിടത്തിലാണ് ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫർണിച്ചറുകൾ ഉൾപ്പെടെ അനുബന്ധ ഉപകരണങ്ങളും സ്കൂളുകൾക്കാവശ്യമായ സംവിധാനങ്ങളും ഒരുക്കുന്ന പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ്. ക്ലാസ് മുറികളും ക്യാമ്പസിനകത്തെ മറ്റ് സജ്ജീകരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദുഃഖം ഇന്ത്യൻ സ്കൂളിലേക്കുള്ള പ്രവേശന നടപടികളും നേരത്തെ ആരംഭിച്ചിരുന്നു. KG മുതൽ 4 വരെ ക്ലാസുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുന്നത്. വരും വർഷങ്ങളിൽ ഉയർന്ന ക്ലാസുകൾ ആരംഭിച്ചേക്കും. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം പ്രവേശനം നേടി. ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെങ്കിലും പ്രഥമ പരിഗണന പ്രവാസി ഇന്ത്യക്കാരുടെ മക്കൾക്ക് തന്നെയായിരിക്കും. അധ്യാപകരുടെ നിയമന നടപടികളും പൂർത്തീകരിച്ചു വരികയാണ്.
മസ്കറ്റിൽ നിന്നും 550 കിലോമീറ്റർ അകലെയുള്ള ദുക്കം വിലായത്ത് രാജ്യത്തെ വികസ്വര പ്രദേശങ്ങളിൽ ഒന്നാണ്. മേഖലയിൽ ഇന്ത്യക്കാരുൾപ്പെടെ പ്രവാസികളുടെ സാന്നിധ്യവും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ത്യൻ സ്കൂൾ വരുന്നതോടെ പ്രവാസികളുടെ കുട്ടികൾക്ക് മികച്ച പഠന സൗകര്യമൊരുങ്ങും. അതേസമയം ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ എണ്ണം 22ആയി ഉയരും. നിലവിൽ 21 ഇന്ത്യൻ സ്കൂളുകളിലായി 46,750 വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. വിദ്യാർത്ഥികളിൽ ഇന്ത്യക്കാരല്ലാത്തവരുമുണ്ട്. 2000 അധ്യാപകരും 690 അഡ്മിൻ സ്റ്റാഫും 21 സ്കൂളുകളിലായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. മസ്കറ്റ്, ഡാർസൈറ്റ് സ്കൂളുകളിൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റും ആരംഭിക്കുന്നുണ്ട്. സലാലയിൽ നിന്നും സിമന്റുമായി യമന്റെ ഭാഗമായ സുഗോത്ര ദ്വീപിലേക്ക് പോവുകയായിരുന്ന സഫീന അൽ സീലാനി എന്ന പേരിലുള്ള ഇന്ത്യൻ ഉരു നടുക്കടലിൽ മുങ്ങി. ഉരുവിലുണ്ടായിരുന്ന 10ൽ 9 പേരെയും മറ്റൊരു ഉരു എത്തി രക്ഷപ്പെടുത്തി. ഒരാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസത്തിലധികം ഇവർ നടുക്കടലിൽ കനത്ത തിരമാലയിൽ പെട്ടുപോയിരുന്നു. ഉരു സുഗോത്രയിൽ എത്താൻ വൈകിയത് അന്വേഷിച്ചിറങ്ങിയ മറ്റൊരു ഉരുവാണ് നടുക്കടലിൽ ഒഴുകി നടക്കുന്ന ഈ 9 പേരെയും കണ്ടെത്തിയത്. ഒരു ജീവനക്കാർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. മെയ് 25-നാണ് സ്വകാര്യ ഷിപ്പിംഗ് ഏജൻസിയുടെ ലോഡുമായി ഇവർ സുഗോത്രയിലേക്ക് പോയത്. രക്ഷപ്പെട്ടവരുടെ യാത്രാരേഖകളും മറ്റും ഇവരുടെ കയ്യിലുണ്ടെന്നും ദ്വീപിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സലാലയിലെ എംബസി കോൺസുലർ ഏജന്റ് അറിയിച്ചു. രാജ്യത്ത് പുറം തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച മധ്യാഹ്ന വിശ്രമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ഓഗസ്റ്റ് അവസാനം വരെയാണ് മധ്യാഹ്ന വിശ്രമ നിയമം നിലനിൽക്കുക. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 100 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. നിയമലംഘനം കണ്ടെത്തുന്നതിന് തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘം ഫീൽഡ് പരിശോധന നടത്തും. ബോധവൽക്കരണവും ഈ കാലയളവിൽ നടക്കും. തൊഴിലാളികൾക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒമാനിൽ ചൂട് വർദ്ധിച്ചു വരികയാണ്. ജൂൺ 2ാം വാരത്തോടെ താപനില ഉയരുകയും ചൂട് കഠിനമാവുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്നും UAE-യിലേക്ക് പോകുന്ന വിസിറ്റ് വിസ ഹോൾഡർമാർക്ക് അതേ എയർലൈനിൽ തന്നെ മുന്നോട്ടുള്ള യാത്രകളും മടക്കയാത്രകളും ബുക്ക് ചെയ്യാൻ ട്രാവൽ ഏജന്റുമാർ ഉപദേശിക്കുന്നു. തങ്ങളുമായി പങ്കിട്ട ഉപദേശങ്ങൾ വിമാനത്തിൽ കയറാൻ ഈ ആവശ്യകതയിൽ നിർബന്ധിക്കുന്നതായി അവർ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു വിമാന കമ്പനിയിൽ റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിനാൽ ചില യാത്രക്കാർക്ക് UAE-യിലേക്ക് പോകാൻ സാധിച്ചില്ല. ട്രാവൽ ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവുകൾ പറയുന്നതനുസരിച്ച് UAE-യിലെ വിമാനത്താവളങ്ങളിൽ കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്.